എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തോ ഖമനയെ അപമാനിച്ചതിന് ശരീഅത്ത് നിയമപ്രകാരം ഡോക്ടർ ആരിഫ് ഹുസൈനും മരണശിക്ഷ നൽകാൻ തങ്ങൾ തീരുമാനിച്ചുവെന്നാണ് ഇമെയിലിൽ പറയുന്നത്. ആടാ, ഏതവനാടാ ഇങ്ങനെയൊക്കെ ഭീഷണി മുഴക്കുന്നത്? സെപ്റ്റിക് ടാങ്ക് പൊളിച്ചിട്ട് ജയിലിൽ പോകാൻ പോണം നീയൊക്കെ. എന്നിട്ട് തങ്ങളുടെ സൈബർ സംഘം ഡോക്ടർ ആരിഫ് ഹുസൈൻ താമസിക്കുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യനിർവഹണത്തിനായി ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തങ്ങളുടെ സേന കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം പീഡിപ്പിച്ച് മൃഗീയമായി ആരിഫ് ഹുസൈന്. എന്നിട്ട് കേന്ദ്ര ഏജൻസിക്ക് റിപ്പോർട്ടൊന്നും കൊടുത്തില്ലേ? ഈ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ വന്നെങ്കിൽ അവർ സമഗ്രമായി അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തുമല്ലോ. എന്താ കേസ് കൊടുക്കായിരുന്നു? ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തൊന്നുമില്ല. എന്തായിരിക്കും? തലവെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നു. എന്റെ പൊന്നാറ കറള, ഇത് വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ബാർബർ ഷോപ്പുകാരൻ കസ്റ്റമറെ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞായിരിക്കും. തല വെട്ടു എന്ന് പറഞ്ഞാൽ മുടി വെട്ടു എന്ന് എന്റെ അർത്ഥം. നിന്റെ തലയൊക്കെ ആര് വെട്ടാനാണ്? ആർക്കാണ് അതുകൊണ്ട് ഗുണം? പല്ല് തേക്കുന്ന ബ്രഷ് പോലെ ഇട്ട് വെച്ചാൽ പോലും ഗുണപ്പെടത്തില്ല. അങ്ങനത്തെ ഈ തല ആര് വെട്ടാനാ? അങ്ങനെ ആരെങ്കിലും നിന്റെ തലയിൽ ഞാൻ വെച്ചേക്കത്തില്ല. നീ ഇവിടെ ജീവിക്കണം, നിന്നെ ആവശ്യമുള്ളതാ. ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട് നിന്നെ. അത് ഇവർക്കാർക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. നിന്നെ ഉദാഹരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. ഒരു മനുഷ്യൻ എക്സ് മുസ്ലിമോ നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ 10 പൈസയുടെ നയാ പൈസയുടെ ഗുണം അവനെ കൊണ്ട് ഉണ്ടാകത്തില്ല. സമൂഹത്തിൽ വിവരക്കേടും വിദ്വേഷം പ്രചരിപ്പിച്ച് അതിൻ്റെ പണം കൊണ്ട് ഞം അടിക്കുക എന്നതിന് അപ്പുറത്തേക്ക് മനുഷ്യനിക്ക് ഒരു വള്ളി ട്രൗസറിൻ്റെ അലാസ്റ്റിക്കിൻ്റെ പോലും ഗുണമില്ല എന്ന് സമൂഹത്തിൽ ഈ ഉദാഹരണ സഹിതം കാണിക്കണം. അതുകൊണ്ട് നീ ഇവിടെ ജീവിച്ചിരിക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചത് എൻ്റെ പൊന്നുമോന്? അറിയാമല്ലോ, ആർക്കറിയാത്തത്? എൻ്റെ പൊന്നാരും മുത്തേ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അത് സംബന്ധിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നു, അതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു. അത് പറയാനുള്ള അവകാശമുള്ള ഒരു രാജ്യത്തിരുന്നാണ് ആണാണ് പൗരസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇവിടെ. എന്തും പറയാം. എന്നിട്ട് അത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ, അതിന്റെ മറുപടികളൊന്നും എങ്ങനെ മറുപടി പറയും? മുസ്ലിമീങ്ങൾ ആര് നിന്റെ മുമ്പിൽ മറുപടി പറയും? കാരണം അവരൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ടാണ് മുട്ടുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങുമായിട്ടാണ് മുട്ടുന്നത്. ആരെങ്കിലും മറുപടി പറയുമോ നിന്നോട്? നിന്റെ ഹസ്ത്രം കണക്കെയുള്ള ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും സ്തബ്ധരായി പോകും. കാലഘട്ടത്തിൽ ഐൻസ്റ്റീനോട് ആരെങ്കിലും സമ്മതിക്കാൻ വരിക? എറണാകുളത്ത് വെച്ച് രാഹുൽ ഈശ്വർ വലിച്ചു കീറുന്ന കണ്ടല്ലോ. ആയത്തോതി ഹദീസോതി രാഹുൽ ഈശ്വർ ജിഹാദ് എന്താന്ന് പഠിപ്പിച്ച് വന്നപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. 2 പാമ്പേഴ്സാണ് കെട്ടിയെന്ന് പറഞ്ഞു ചന്തിക്കകത്ത്. ശരിയായി, ഒക്കെ മാറിയാ, ബുദ്ധിമുട്ടൊക്കെ മാറിയാ. എന്നിട്ട് നോക്കട്ടെ, ചോദിക്കട്ടെ, എന്നിട്ട് വേറെന്തായി? ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുള്ള അവരുടെ കൂടെയുള്ള മറുപടി എന്ന് പറയുന്നത് വധഭീഷണിയാണ്. അപ്പോ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് ഈ ഷിയ വാരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി. ഷിയ വാരിയേഴ്സ് ഇമെയിൽ അയച്ച് ആരിഫ് ഹുസൈന്റെ തലയെടുക്കുന്നു. എടാ പഹയാ, നിനക്ക് എന്തെല്ലാം സ്വാധീനമുണ്ട്? പ്രത്യേകിച്ച് BJP ഗവൺമെന്റുമായിട്ട് ആഭിമുഖ്യമുള്ളതല്ലേ? ആ സുരേന്ദ്രനോട് ശശികല ടീച്ചറിനോടൊക്കെ ഈ കൃത്യമായ അഡ്രസ്സ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവനെ തൂക്കാൻ പറയുമാരാ. അവരിതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ തപ്പിയാലും സുമേഷ് കാവിപ്പടയിൽ നിന്നായിരിക്കും മെസ്സേജ് വന്നിട്ടുള്ളത്. അല്ലാതെ ആരിഫ് ഹുസൈൻ ആർക്കറിയാം? ഈ കേരളത്തിൽ കിടക്കുന്ന കുറെ ചാവാലികൾക്ക് അറിയാമെന്നുള്ളതല്ല, വേറെ ആർക്കറിയാം? വേറെ ഒരു മനുഷ്യനിക്ക് നിന്നെ അറിയത്തില്ല. നിനക്ക് തോന്നുന്നതാ ലോകം മുഴുവനും നീ ഇങ്ങനെ നിന്റെ ഈ സംസാരം കേട്ടിട്ട് ഇതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആരിഫ് ഹുസൈനെ ഞാനും നീയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ ചർച്ചകൾ കാണുന്ന എത്രയോ മനുഷ്യര്, ഞാൻ തന്നെ എടുത്ത് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ലേ? എത്രയോ മനുഷ്യര് നമുക്ക് കമന്റിലൂടെയും അല്ലാതെ നേരിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനേ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സോനു കൃഷ്ണകൃപ എന്നാണ്. കോളേജിൽ കാണാം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫൊക്കെ ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് പോയി. അന്നേരം ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന ടൈമിൽ പിള്ളേർ എല്ലാം അമ്മയുടേതായിരുന്നു. അന്നേരം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ നിങ്ങളുടെ ഒരു ഇത് കണ്ടു. അങ്ങനെ ഞാൻ ആ പ്രൊഫൈലിൽ കയറി കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടു. ഞാനൊരു ഹൈന്ദവനാണ്, ഓക്കെ, സംഭവിച്ചു. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പക്കയാണ് കേട്ടോ. ഉസ്താദിന്റെ വീഡിയോ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. ഇനി ഇങ്ങനെ അടിപൊളി നല്ല വീഡിയോ ഒക്കെ ഇട്. നിങ്ങൾ സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസൊക്കെ. ഞാൻ എപ്പോഴും കാണാറുണ്ട്.
ദൈവം രക്ഷിക്കട്ടെ. സൂപ്പറാണ് കേട്ടോ. മുന്നോട്ട്. ഇക്ക, ഞാൻ ഇക്കയുടെ ഒരു ഫോളോവേഴ്സാണ്. എനിക്ക് ഇക്കനെ ഭയങ്കര എന്താ പറയുക, നേരിട്ട് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇക്കടെ ഇത് സംസാരങ്ങളും കാര്യങ്ങളും. വളരെ സന്തോഷമുണ്ട് ഇക്ക. പടച്ചോനെ അനുഗ്രഹിക്കട്ടെ. നോമ്പല്ലേ ഇക്ക? എടാ, വിദ്വേഷങ്ങൾക്കും വിവരക്കേടുകൾക്കും അന്ധമായ വിരോധങ്ങൾക്കൊന്നും മനസ്സാക്ഷിയുള്ള മനുഷ്യന്റെ മുമ്പിൽ ഒരു വിലയുണ്ടാവില്ല. മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ദാഹിക്കുന്നത് എന്ന് പറഞ്ഞ നന്മകൾക്കാണ്. നന്മ പറയുന്നിടത്താണ്. സ്നേഹത്തിന്റെ നീരുറവ എവിടെയുണ്ടോ അതൊരല്പമെങ്കിലും കുടിക്കാമെന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിവരക്കേടുകൾക്ക്, അതായത് വിദ്വേഷവും വിവരക്കേടും തിന്ന് ജീവിച്ചവർക്ക് മാത്രമേ ഈ പൈശാചിക വാദങ്ങളോട് താതാമ്യം ആഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരു മനുഷ്യർക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാകത്തില്ല. എന്നെ ആരാണ്ട് ഭജഭീഷണി പഴിച്ച് തലയെടുക്കാൻ പോകണമെന്ന് വല്ല ബാർബറും ആയിരിക്കും. മനുഷ്യന്മാരും നിന്റെ തലയെടുക്കാൻ പറ്റത്തില്ല. നിന്നെക്കൊണ്ട് ഇവിടെ ഗുണമുണ്ട്. നിന്നെക്കൊണ്ട് ഗുണമില്ല. മുസ്ലിം ഉമ്മത്തിന് നിന്നെക്കൊണ്ട് ഗുണമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഉദാഹരിക്കാനുള്ളൊരു മനുഷ്യനാണ് നീ. 5 കാശിന്റെ ഗുണമില്ലാത്ത മനുഷ്യൻ വന്നിരിക്കുന്ന അവന്റെ മുടിവെട്ടാൻ വന്നു.